എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്തായിരുന്നു ഇപ്പൊ വിശേഷം? എന്താ പ്രത്യേകത? എന്തായിരുന്നു? ബഷീർ ദിനം അല്ലേ? എന്നാണ് ബഷീർ ദിനം? എന്താ ബഷീർ ദിനം? ജൂലൈ 5 അല്ലേ? ജൂലൈ 5. എന്താണ് ജൂലൈ 5ന്റെ പ്രത്യേകത? ബഷീർ ദിനം. ബഷീർ ദിനം അദ്ദേഹം ജനിച്ചതാണോ മരിച്ചതാണോ? ഇത് അവിടെ തന്നെ ഉണ്ട്. എന്താണ്? അദ്ദേഹം മരണപ്പെട്ട ദിവസമാണ് 5/7/1994. അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ടാണ് നമ്മള് ബഷീർ ദിനം ആചരിക്കുന്നത്. അദ്ദേഹം ആരാണ്? ആരാ ബഷീർ? ബഷീർ അദ്ദേഹം എന്താണ്? സിനിമാ നടനാണോ അതോ പാട്ട് എഴുതുന്ന ആളാണോ കഥ എഴുതുന്ന ആളാണോ? ആരാണ്? കഥ എഴുതുന്ന ആളാണ്, വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ എന്തെല്ലാം നിങ്ങൾ കുറെ കഥാപാത്രങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു അല്ലെ. അതിൽ ആരൊക്കെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്? ഏതൊക്കെ കഥാപാത്രങ്ങൾ നിങ്ങൾ പറഞ്ഞു വന്നു? സുഹറ വന്നു, ജമീല വന്നു, പാത്തുമ്മയുടെ ആടും കൊണ്ട് അല്ലേ വന്നു അല്ലേ, പൊൻകുരിശ് തോമ വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പല കഥകളിലെ കഥാപാത്രങ്ങളെയാണ് നിങ്ങളിവിടെ ആവിഷ്കരിച്ചത് അല്ലേ. അദ്ദേഹം തൊട്ടു പോകരുത്, ഇതെന്റെ പെണ്ണാടാണ്. ഞാൻ ബഷീർഖാന്റെ സ്വന്തം പാത്രം. മജീദില്ലാത്ത ഒരു ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി ചെയ്യാം. ഞാൻ ബഷീറിന്റെ ഹൃദയം തൊട്ടെഴുതിയ എന്റെ ജമീലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എന്റെ ഉപ്പപ്പാക്ക് ഒരു ആനയുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? എനിക്ക് വലിയ ആനയില്ല, വലിയ അറിവാണ് വേണ്ടത്. ഞാൻ ബഷീറിന്റെ ജമീല. ഞാനാണ് പൊൻകുരിശ് നോക്കി എന്റെ കഴുത്തിൽ പൊൻകുരിശ് കണ്ടു. ഇതാണ് എന്റെ ഭാഗ്യം. എല്ലാരും ഉണ്ടല്ലോ, ഞാനാണ് നമ്മുടെ സ്വന്തം ഒട്ടുകൾ പോകുന്നേ. നമസ്കാരം. ഇന്ന് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്മരിക്കുന്ന ദിവസമാണ്. ലളിതമായ ഭാഷയിൽ മനോഹരമായ കഥകൾ എഴുതിയ സാഹിത്യകാരനാണ് ബഷീർ. Good evening on today we are remembering world renowned writer Waitam Muhammad Bashir. He is a legendary Malayalam writer. നമസ്കാരം. ബഷീറിന്റെ ഞാൻ വായിച്ച പുസ്തകമാണ് പാത്തുമ്മയുടെ ആട്. ഇതൊരു ഹാസ്യ നോവലാണ്. പാത്തുമ്മയാണ്